അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളെ, നിങ്ങൾ 7ാം ക്ലാസ്സിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ NIOSൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ പാഠഭാഗമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാഠം കന്യാലാൽ കപൂർ എന്ന സാഹിത്യകാരൻ്റെ ബുർജ് ബാനു എന്നുള്ള ഒരു പാഠഭാഗമാണ് നമുക്ക് ആദ്യമായി പഠിപ്പിക്കാനുള്ളത്. പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ സാഹിത്യകാരനെ കുറിച്ച് അല്പം ചിലതൊന്ന് പറഞ്ഞ് പരിചയപ്പെടാം. കന്യാലാൽ കപൂർ എന്ന ഈ സാഹിത്യകാരൻ പ്രധാനമായും തൻസോ മിസാഹ് അഥവാ ഹാസ്യ സാഹിത്യത്തിലാണ് അദ്ദേഹം നൈപുണ്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജനനം 1910 നിലവിലെ ഫൈസലാബാദ് എന്ന സ്ഥലത്ത്, അഥവാ അന്ന് ലാൽപൂർ എന്നായിരുന്നു ആ സ്ഥലത്തിന് പേര് വെച്ചിരുന്നത്. പഞ്ചാബിലെ, നിലവിൽ പാകിസ്ഥാനിൽ നിലനിൽക്കുന്ന പഞ്ചാബ് ഭാഗത്താണ് അദ്ദേഹം ജനിച്ചത്. ലാഹോറിൽ നിന്ന് അദ്ദേഹം BA കരസ്ഥമാക്കി പഠനം പൂർത്തീകരിച്ച് ധാരാളം സ്ഥാപനങ്ങളിൽ പ്രിൻസിപ്പളായി, ഇതുപോലെ ലെക്ചറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ വിഭജനത്തിന് ശേഷം അദ്ദേഹം മൂഗ, അതുപോലെ ഫൈറോസ്പൂർ എന്നുള്ള സ്ഥലങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1980 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന് ഈ ഹാസ്യ സാഹിത്യത്തിലേക്കുള്ള പ്രവേശനം എന്നുള്ളത്, അത് അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഹാസ്യ സാഹിത്യം അദ്ദേഹം നന്നായി വായിക്കുകയും അതിൽ നന്നായിട്ട് ഇൻട്രസ്റ്റ് ആവുകയും ചെയ്തു. അതിൽ നിന്ന് അദ്ദേഹം സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് ഉറുദുവിലേക്കും ആ ഒരു സാഹിത്യത്തെ കടമെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു. മനുഷ്യൻ്റെ പ്രകൃതിയെ നന്നായിട്ട് ആഴത്തിലറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇൻസാനി ഫിത്രത്ത് സേ ഭി അച്ഛേ വാക്കിഫ് തേ. അങ്ങനെ എല്ലാ കാലക്കാർക്കും വായിച്ച് മനസ്സിലാക്കാവുന്ന വളരെ സരളവും ലളിതവുമായ ഭാഷയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഷ. ഹർ സമാനെ കെ ലോഗോं के लिए പുർലുതുഫ് മഹ്സൂസ് ഹോത്ത. അദ്ദേഹത്തിൻ്റെ അധിക പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ രചനകളും അധികവും സാഹിത്യത്തിലെ ചില മേഖലകളെ അതിനെ നിരൂപിക്കലായിരുന്നു. ഇങ്ങനെ ഹാസ്യരൂപത്തിൽ നിരൂപിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവന. അദ്ദേഹത്തിൻ്റെ ഭാഷയെക്കുറിച്ച് പറയുന്നുണ്ട്. സാഫ് സുഥറ സുബാൻ, മസേ, സാദഗി, റവാനി, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഷയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നുണ്ട്. അഥവാ വളരെ ശുദ്ധമായ ഭാഷ, രസകരമായ, വളരെ നല്ല ഒരു ഒഴുക്കോട് കൂടിയുള്ളൊരു ഭാഷയായിരുന്നു അദ്ദേഹം പ്രയോഗിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചില രചനകൾ നമുക്ക് പരിചയപ്പെടാം. ചീനി ഷായരി, ഗാലിബെ ജദീദ്, സംഗെ വഹ്ഷത്ത്, നൗകെ നഷ്തർ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാകുന്നു. ഇത്രയുമാണ് ഈ നമ്മുടെ രചയിതാവായ കന്യാലാൽ കപൂറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ പാഠഭാഗമായ ബുർജ് ബാനു എന്നുള്ള വളരെ രസകരമായ, നിങ്ങൾ ഇതുവരെ മലയാള സാഹിത്യത്തിൽ കേട്ട് പരിചയമില്ലാത്ത ഒരു രീതിയാണ് ബുർജ് ബാനു എന്നതിൻ്റെ ഈ ഒരു എഴുത്തിൻ്റെ ശൈലി. നിങ്ങൾക്ക് ഞാൻ ഇനി ഈ പാഠത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബുർജ് ബാനുവിനെ കുറിച്ച് ഞാൻ വിശദീകരിച്ച് തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്തരത്തിൽ നമുക്ക് മലയാള ഭാഷയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ബുർജ് ബാനുവിനെ കുറിച്ച് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.